മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം പോയാലും എനിക്ക് വളരെ ദുഃഖമുണ്ട്. വലിയ മനുഷ്യന്മാർക്ക് പോവാതെ പറ്റൂല്ലല്ലോ. എല്ലാ നല്ല കാര്യങ്ങൾക്കും അവസാനമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തീർച്ചയായും എം.ടി. പക്ഷേ അതിലേക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയ സമരമുഖങ്ങളിലൊക്കെ നിശബ്ദമായൊരു പിന്തുണയുണ്ടായിരുന്നു. എം.ടിയുടെ എഴുത്തിനെ എങ്ങനെ ഓർക്കുന്നത്? എം.ടിയുടെ എഴുത്തൊക്കെ വളരെ വളരെ ജനകീയമായിട്ടുള്ള ഒരു ഫീലിംഗാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ലെങ്കിലും എം.ടിയുടെ തിരക്കഥകളൊക്കെ വളരെ പഞ്ചാഗ്നിയെക്കുറിച്ച് ഞാൻ എൻ്റെ കഥയാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ബാക്കി കഥ നല്ലൊരു കഥയാണ്, ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ ഓരോരുത്തർ പറയുകയാണ്. എസ് കെ ഈ പ്രതികരണങ്ങളൊക്കെ നോക്കൂ. എസ് കെ ഇപ്പോൾ രാവിലെ മോഹൻലാലും ഒന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, വാക്കുകൾ ഇടറുകയായിരുന്നു. ഇപ്പോൾ അജിത സംസാരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എം.ടി. വാസുദേവൻ നായരെ അത്രയധികം അറിയാവുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പറയാൻ വാക്കുകളുണ്ട്. പക്ഷെ ഒന്നും വാക്കുകൾ മുഴുമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. വാക്കുകൾ മുഴുമിക്കാൻ കഴിയാത്ത സാഹചര്യം, അത്രത്തോളം വൈകാരികമായ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറപ്പായും എസ് കെ എനിക്ക് ഉറപ്പുണ്ട് ഓരോ മലയാളിയും ഇപ്പോൾ ഈ ഭൂലോകത്തുള്ള ഓരോ മലയാളിയും ഈ എം.ടി. വാസുദേവൻ നായർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഒരു വിയോഗമുണ്ടായി എന്ന തരത്തിൽ തന്നെയാണ് എം.ടി. വാസുദേവൻ നായരുടെ വിയോഗ വാർത്ത എടുക്കുന്നത്. അതിന് കാരണം നമ്മൾ നേരത്തെ പറയുന്നതാണ്. അത്രത്തോളം മനുഷ്യ മനസ്സുകളെ ഇത്രയധികം പതിറ്റാണ്ടുകളോളം സ്വാധീനിച്ച, ഇത്ര കാലങ്ങളിൽ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരൻ, മറ്റൊരു സാഹിത്യകാരനില്ല. അദ്ദേഹത്തിൻ്റെ ഓരോരോ നോവലുകളാവട്ടെ, അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാവട്ടെ, അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ, ഒരു കേന്ദ്ര കഥാപാത്രം എങ്കിലും ഇത് ഞാനാണല്ലോ, പുണ്ണി ഇത് ഞാനാണോ, സേതു ഇത് ഞാനാണല്ലോ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും സ്വയം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്.